حسبتم أن تدخلوا الجنة ولما يعلم الله الذين جاهدوا منكم ويعلم الصابرين ولقد كنتم تمنون الموت من قبل أن تلقوه فقد رأيتموه وأنتم تنظرون أم حسبتم നിങ്ങൾ വിചാരിക്കുകയാണോ അൻ തദ്ഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണോ വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും നിങ്ങളിൽ നിന്നും ത്യാഗപരിശ്രമങ്ങൾ ചെയ്തവരെ അല്ലാഹു മനസ്സിലാക്കാതെ വയഅലമ സ്വാബിരീൻ നിങ്ങളിൽ സഹനതയുള്ളവരെയും മനസ്സിലാക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണോ വലഖദ് കുൻതും തമന്നൗൻ നിങ്ങൾ മുമ്പ് മോഹിച്ചിരുന്നു അൽ മൗത്ത് മരണത്തെ മോഹിച്ചിരുന്നു മിൻ ഖബ്ലി അൻ തൽഖൗഹ് നിങ്ങൾ അതിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മോഹിച്ചിരുന്നു ഫഖദ് റഅയ്തുമൂ ഇപ്പോൾ നിങ്ങൾ അതിനെ കണ്ടിരിക്കുന്നു വഅൻതും തൻദുറൂൻ നിങ്ങൾ നോക്കുന്നവരായ നിലയിൽ അതിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യവാനായ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവാസത്തിന് സൗഭാഗ്യം ലഭിച്ച സഹാബ മഹത്തുക്കളും വലിയ മഹാന്മാരാണ്. ഇങ്ങനെയുള്ളവർ ഉഹദ് യുദ്ധം പോലുള്ള സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയമുണ്ടായേക്കാം. നമുക്കും ജീവിതയാത്രയ്ക്കിടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പടച്ചവനെ ഞാൻ നല്ല മാർഗത്തിലായിരിക്കെ എന്തുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾ വരുന്നത് എന്ന ചിന്ത വരാറുണ്ട്. അല്ലാഹു തആല ഈ ആയത്തിലൂടെ ആദ്യം അതിന് മറുപടി പറയുകയാണ്. മനുഷ്യന് രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് അനുകൂല സാഹചര്യങ്ങൾ, നല്ല സമ്പത്ത്, നല്ല ആരോഗ്യം, നല്ല കുടുംബം, ശത്രുക്കൾ ആരുമില്ല, പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏതുമില്ല. ഈ സമയത്ത് മനുഷ്യൻ സ്വാഭാവികമായി നല്ല വഴിയിൽ തന്നെ മുമ്പോട്ട് നീങ്ങും. എന്നാൽ ഒരു മനുഷ്യൻ്റെ ശരിയായ ഗുണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സന്ദർഭത്തിലാണ്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും അവസരങ്ങളിലാണ്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളുമുണ്ട്. ആ സമയത്ത് പാഠം പഠിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. നല്ല നിലയിൽ കഴിയുന്നതിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ആ സമയത്ത് മോശമായി കഴിയുന്നതിലാണ് അത്ഭുതം. എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ഈ സമയത്താണ് നമ്മളുടെ ഗുണങ്ങൾ ശരിക്കും പരിശോധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, പടച്ചവൻ ഈ അവസ്ഥകൾ വെച്ചത്
നിങ്ങളിൽപ്പെട്ട നല്ല ഗുണമുള്ള വ്യക്തികളെ രേഖാമൂലം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു തആലയ്ക്ക് തെളിവുകളൊന്നും ഇല്ലാതെ തന്നെ ആര് എത്ര നന്മയിലാണ് തിന്മയിലാണെന്നറിയാം. പക്ഷേ മറ്റുള്ളവരും കൂടി മനസ്സിലാകുന്ന നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാണ് അല്ലാഹു തആല ഇപ്രകാരം ചെയ്തതെന്ന് പറയുന്നു. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നഹ്, നിങ്ങൾ തീർത്തും അനുകൂല സാഹചര്യങ്ങളിൽ ഒഴുക്കിനൊത്ത് നീന്തി അങ്ങ് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ, നിങ്ങളിൽ ആരാണ് ത്യാഗമനുഷ്ഠിക്കുന്നത്, ആരാണ് ഏത് സാഹചര്യത്തിലും നന്മയിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് അല്ലാഹു രേഖാമൂലം മനസ്സിലാക്കാതെ നിങ്ങൾ സുഖമായി സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുകയാണോ? സ്വർഗം ഒരു അമൂല്യ സമ്പത്താണ്. അത് ലഭിക്കുന്നതിന് ചില ഗുണങ്ങൾ ആവശ്യമാണ്. ഇതേ കാര്യം പരിശുദ്ധ ഖുർആന്റെ വേറെ ഭാഗങ്ങളിലും അല്ലാഹു പറയുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കം തന്നെ അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പരീക്ഷണമൊന്നുമില്ലാതെ ജനങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ പരീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളെയും പരീക്ഷിക്കും. അതുകൊണ്ട് അല്ലാഹു തആല ആർക്കെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൊണ്ടുവരുന്നത് അവർ കൊള്ളാത്തവരാണ്, അല്ലെങ്കിൽ പടച്ചവൻ അവരോട് ഇഷ്ടമില്ല എന്നതിൻ്റെ അടയാളമല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പരിശോധന നടക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നു, നന്മയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പടച്ചവൻ പരിശോധിക്കുകയാണ്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്സാബിരീൻ, ഉന്നത സ്ഥാനമാണ് രക്തസാക്ഷിത്വത്തിൻ്റേത്, പടച്ചവന്റെ മാർഗത്തിലുള്ള ത്യാഗത്തിൻ്റേത്. അതുപോലെ ദീനിൽ ഏത് സാഹചര്യത്തിലും അടിയുറച്ച് നിൽക്കുക എന്നത്, അത് ലഭിക്കാൻ കുറേ ഗുണങ്ങൾ ഉണ്ടായിത്തീരണം. ആ ഗുണങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രമുണ്ട് എന്ന് പടച്ചവൻ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഗുണം ഉണ്ടാക്കിയെടുക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അള്ളാഹു സ്വർഗത്തിന് ധാരാളം സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർക്ക്, ത്യാഗം ചെയ്യുന്നവർക്ക് അതിൽ ഉന്നത സ്ഥാനമാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, അല്ലാഹു തആല ആളുകളെ പരീക്ഷിക്കും. എന്നിട്ട് മലക്കുകളോട് ചോദിക്കും അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു. ചിലരുടെ മക്കളെ അള്ളാഹു മരിപ്പിക്കും. എന്നിട്ട് അള്ളാഹു ചോദിക്കും മലക്കുകളോട് അവരെന്ത് പ്രതികരിച്ചു. അള്ളാഹുവെ, മകൻ മരിച്ച സമയത്ത് നിന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്തു. അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് പണിതിട്ട് സ്തുതിയുടെ വീട് എന്ന വീടിന് പേര് വെക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ പടച്ചവന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ സന്നദ്ധരാകണം. ഏത് സാഹചര്യത്തിലും നന്മയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകണം. അവിടെ നിന്നുമാണ് വിജയത്തിൻ്റെ കവാടങ്ങൾ, പടച്ചവന്റെ സ്വീകാര്യതയുടെ അവസ്ഥകൾക്ക് തുടക്കം കുറിക്കുന്നത്. വലഖദ് കുൻതും തമന്നൗനൽ മൗത മിൻ ഖബ്ലി അൻ തൽഖൗഹു ഫഖദ് റഅയ്തുമൂഹു വഅൻതും തൻദുറൂൻ, ഇതിനു മുമ്പ് നിങ്ങൾ മരണത്തെ മോഹിച്ചിരുന്നു. മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ മരണത്തെ മോഹിച്ചിരുന്നു.
ഇപ്പോൾ ഇതാ ആ മരണത്തെ നിങ്ങൾ നേർക്ക് നേരെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഉഹദിൽ സംഭവിച്ച സഹാബാക്കളുടെ ത്യാഗത്തിൻ്റെ മറ്റൊരു വശം അള്ളാഹു പറയുകയാണ്. ഉഹദിന് മുമ്പ് ബദർ സംഭവിക്കുകയുണ്ടായി. അതിൽ പങ്കെടുത്ത സഹാബാക്കളെ പറ്റി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞു. ഈ സമയത്ത് ഉഹദിൽ പങ്കെടുക്കാത്ത സഹാബാക്കൾക്ക് വലിയ ദുഃഖമുണ്ടായി. അങ്ങനെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചവനെ, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശത്രുക്കളുമായി കണ്ടുമുട്ടാൻ ഒരു അവസരം നീ ഒരുക്കി തരണം. അള്ളാഹു തആല പറയുന്നു, നിങ്ങളുടെ ആഗ്രഹം പോലെ ആ കാര്യം പടച്ചവൻ നൽകിയതാണ്. ഇതിൽ നിന്നും വലിയ രണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഒന്ന്, പ്രയാസങ്ങളും പ്രശ്നങ്ങളും മോഹിക്കാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരെങ്കിലും പ്രത്യേകിച്ചും ഭൗതികമായി പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ ദീനില്ലാത്ത അവസ്ഥയിൽ നടക്കുന്നു, ഒരിക്കലും അത് മോഹിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു, നിനക്കാണ് സ്തുതി, ഈ അവസ്ഥയത്തോടും എന്നെ കാത്തുരക്ഷിച്ചു. എന്നിട്ട് തികഞ്ഞ ജാഗ്രത പുലർത്തണം. വേറെ ഒന്നുണ്ട്, ആരെങ്കിലും നന്മയുടെ വഴിയിൽ ത്യാഗം ചെയ്യുന്നു, നല്ല വഴിയിൽ കൂടി സഞ്ചരിക്കുന്നു, അതുപോലെ മോഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ട് വ്യത്യാസമുണ്ട്. അപകടങ്ങൾ ക്ഷണിക്കരുത്, വിളിച്ചു വരുത്തരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, നിങ്ങൾ ആരും മരണത്തെ മോഹിക്കാൻ പാടില്ല. ഇനി വല്ലാത്ത ദുഃഖവും പ്രയാസവും ഉണ്ടായാൽ ഇപ്രകാരം ദുആ ചെയ്യും: അല്ലാഹുമ്മ ജഅലിൽ ഹയാത സിയാറത്തൻ ലി ഫീ കുല്ലി ഖൈർ വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർ. പടച്ചവനെ, നന്മകൾ അധികരിപ്പിക്കാൻ നീ എനിക്ക് ജീവനം തരണമേ, തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ നീ എനിക്ക് മരണം നൽകണമേ എന്ന് ദുആ ചെയ്യും. ഇതുപോലെ ഹദീസിൽ വേറെ ദുആയുണ്ട്: അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, എന്ന് വരെയും ജീവിച്ചിരിക്കൽ നന്മയാണോ അന്ന് വരെ നീ എന്നെ ജീവിപ്പിക്കണം, എന്നാണോ മരണം നല്ലത് അന്ന് നീ എന്നെ മരിപ്പിക്കണം. ഇങ്ങനെ ദുആ ചെയ്യാം. അല്ലാതെ പടച്ചോനെ നീ എന്നെ മരിപ്പിക്കണം, അള്ളാഹു നിന്നെ നശിപ്പിക്കട്ടെ, ഇങ്ങനെയുള്ള വാക്കുകൾ സ്വന്തമായിട്ടോ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ ഇവരുടെ വിഷയത്തിലോ പറയാൻ പാടില്ല. വലഖദ് കുൻതും തമന്നൗനൽ മൗത മിൻ ഖബ്ലി അൻ തൽഖൗ. നിങ്ങൾ മരണത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ മോഹിച്ചിരുന്നു. നല്ല മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിന് മുമ്പ് മോഹിച്ചു, അത് വളരെ നല്ല കാര്യം. ഫഖദ് റഅയ്തുമൂഹു വഅൻതും തൻദുറൂൻ. നിങ്ങളുടെ ആ മോഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഉഹദിൽ ഈ ത്യാഗം തന്നത്. ഇപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു അറിയിക്കുന്നു. അതുകൊണ്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തരുത്, തെറ്റായ മോഹങ്ങൾ ഒരിക്കലും പാടില്ല, ആരെ പറ്റിയും പ്രാക്കും ശാപവും നടത്തരുത്. എന്നാൽ നല്ല പ്രാർത്ഥനകൾ നടത്താവുന്നതാണ്. ആരെങ്കിലും കഠിന രോഗമായി ഇനി ജീവിക്കാൻ സാധ്യതയില്ല, അവിടെ ദുആ ചെയ്യാം: അല്ലാഹുവേ, ഏതാണോ ഖൈറ് നീ അത് തീരുമാനിക്കണം. അല്ലാതെ ആരെക്കുറിച്ചും നമ്മെക്കുറിച്ചും മോശമായ ആഗ്രഹങ്ങൾ ഇത് നടത്താൻ പാടില്ലെന്ന് ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നു. അള്ളാഹു നമുക്ക് എന്നുവരെയും ജീവിതമാണോ ഖൈർ, അള്ളാഹു ജീവിതം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എന്നാണോ മരണം ഉത്തമം, അള്ളാഹു അപ്പോൾ നമ്മളെ ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ.